ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് നല്ല ഭംഗിയുള്ള ഒരു ബോ ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു നെറ്റിൻ്റെ ഫാബ്രിക്കാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ സീക്വൻസും അതുപോലെ തന്നെ ഗ്ലിറ്ററും എല്ലാം ഉണ്ട്. നല്ല ഭംഗിയാട്ടോ കാണാൻ. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആട്ടോ. ഈ ഒരു അളവിൽ നമ്മൾ 6 പീസാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതായത് ടോട്ടൽ 4 ഫോൾഡ് ചെയ്യുക കേട്ടോ. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഈ തുറന്ന ഭാഗം വരുന്നില്ലേ, ഈ ഒരു ഭാഗത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു സൂചി നൂല് ഉപയോഗിച്ച് ഇതിൻ്റെ എൻഡ് ഭാഗം അല്പം മാത്രം ഒന്ന് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ എൻഡിനെ ഒന്ന് നമുക്ക് തയ്ച്ചെടുക്കാം. കൈ വെച്ച് ഇതുപോലത്തെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടെടുത്താൽ മതി. അപ്പം നമ്മൾ ഇതുപോലെ ഞൊറികൾ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു ലീഫിൻ്റെ, അതായത് ഒരു ഇലയുടെ ഷേപ്പാട്ടോ കിട്ടുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പീസുകളിനെയും തയ്ച്ചെടുക്കാം. അപ്പം നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ആവശ്യമില്ലാത്ത ഏതൊരു നെറ്റിൻ്റെ ഫാബ്രിക്കും ഇതുപോലെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പക്ഷേ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ കറക്റ്റായിട്ടുള്ള കളർ അറിയാൻ പറ്റുന്നില്ല കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് നേരിട്ട് കാണാൻ. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ എല്ലാത്തിനെയും ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ കിട്ടും. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. വളരെ എളുപ്പം മേക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ പോർഷനിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ചേർത്ത് വെച്ച് തുന്നി കെട്ടിട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ടൈറ്റ് ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാം ഒന്ന് വെച്ചതിന് ശേഷമാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കെട്ടിട്ടെടുക്കണം. അപ്പോൾ അവിടെ തന്നെ ഒന്ന് വെച്ച് ഇതുപോലെ സൂചി നൂല് ഉപയോഗിച്ച് കെട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു സീക്വൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇതാട്ടോ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാട്ടോ യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗണ്ണിന് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ടോട്ടൽ 4 ഇതുപോലെ മേക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. വീഡിയോ കാണുന്നതിനേക്കാളും സൂപ്പർ ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സെയിം കളറിൽ തന്നെ സാറ്റിൻ കവർ ചെയ്ത ഒരു ബോ എടുത്തിട്ടുണ്ട്. ഈ ബോയിലോട്ട് നമുക്ക് ഈ ഫ്ലവറിനെ അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ആ സാറ്റിൻ സിൽക്കിനെ തന്നെ 4 പീസായിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് ബോ കയറ്റാൻ കണക്കിന് ഇതുപോലെ ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് എല്ലാം കയറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇതിൽ ഫുള്ളായിട്ട് ഈ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സിന് അതിൻ്റെ പുറത്തോട്ട് ഒന്ന് വെച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം കേട്ടോ. അതുപോലെ നമ്മളെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ 4 പീസ് ഇതുപോലെ ഇതിൽ വെച്ച് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നമ്മുടെ ബോ കിട്ടിയിട്ടുണ്ട്. നല്ല നീറ്റായിട്ടാണ് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിച്ചേക്കണേ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.